ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം എന്നുള്ള ഒരു ഉദ്ദേശമാണ്, ഒരു ലക്ഷ്യമാണ് പിതാവായ ദൈവത്തിനുള്ളത്. The ultimate purpose of God is to make us like Jesus Christ. അപ്പൊ അതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം സാധിക്കാനുള്ള ഏകൈക ഉദ്ദേശം എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. So we have to remember this purpose every time because this is very, very important. So അതാണ് 28 നമ്മൾ വായിച്ചത്. റോമർക്ക് എഴുതിയ ലേഖനം 8:28 നമ്മൾ എന്താണ് വായിച്ചത്? സോ ദൈവം സകല കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്കായിട്ട് വ്യാപരിക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കും. So God makes everything work together to achieve this purpose. ദൈവം ഈ ഒരു ഉദ്ദേശ്യം നമ്മുടെ ജീവിതത്തിൽ സാധിക്കാൻ വേണ്ടിയാണ് സകല കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്കായി വ്യാപരിക്കുന്ന രീതിയിൽ ദൈവം പ്രവർത്തിക്കും. സോ അതാണ് നമ്മൾ ലാസ്റ്റ് ടൈം വായിച്ചത്. God foreknew us or predestined us for this ultimate purpose to make us like Jesus Christ. ദൈവം നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്തത്, മുൻകൂട്ടി അറിഞ്ഞെടുത്തത്, നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ ദൈവം നിശ്ചയിച്ചത് നമ്മെ യേശുവിനെ പോലെയാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. സോ അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിൽ പിതാവായ ദൈവം അയച്ചത്. സോ എന്നാൽ ഇപ്പോൾ എന്താണ്? യേശു ക്രിസ്തുവിനെ അയച്ചു. യേശു ക്രിസ്തു വീണ്ടും പിതാവായ ദൈവ സന്നിധിയിലേക്ക് പോയി. Then he sent the Holy Spirit to the earth to work inside of our life to make us like Jesus Christ. സോ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മെ ഉള്ളിൽ അകമേ യേശുവിനെ പോലെയാക്കാൻ പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ അൾട്ടിമേറ്റ് ഗോൾ, അതായത് ദൈവത്തിന്റെ ഈ വിലയേറിയ ഉദ്ദേശ്യമുണ്ടല്ലോ, അത് നിവർത്തിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരും. എന്താണ് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്? നമ്മൾ അകമേ യേശുവിനെ പോലെയാക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ശ്രമിക്കുന്നത്. So God works inside of our heart and mind through the Holy Spirit to achieve this goal, this single goal. So നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും, നമ്മുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഈ പരിശുദ്ധാത്മാവിലൂടെ ദൈവം ഈ ഒറ്റ ഒരു ഉദ്ദേശം നിറവേറ്റാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. So Father God works outside our life, means in our circumstances to achieve this goal. ഇപ്പൊ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ അകമേ പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ പുറമേയും പ്രവർത്തിക്കുന്നു. അതായത് നമ്മുടെ പുറമേയുള്ള ജീവിതത്തിൽ നമ്മെ യേശുവിനെ പോലെ ആക്കാൻ വേണ്ടി ദൈവം നമ്മുടെ സാഹചര്യങ്ങളുണ്ടല്ലോ, നമ്മൾ നേരിടുന്ന സാഹചര്യങ്ങളുണ്ട്, ആ സാഹചര്യം കൂടി ദൈവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏത് സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയാലും ആ സാഹചര്യങ്ങളെ നമ്മുടെ നന്മയ്ക്കായി മാറ്റുന്ന, നന്മയ്ക്കായി വ്യാപരിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം. സോ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കും. സോ ഇതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ, we should be like Jesus Christ in our conduct. So we should be like Jesus Christ in our speech.
So we should be like Jesus Christ in our behavior. We should be like Jesus Christ in our thoughts, in our attitudes, and in our motives. So നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ മനോഭാവത്തിലും നമ്മുടെ ഉദ്ദേശങ്ങളിലും നാം യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം എന്നുള്ളതാണ് പിതാവായ ദൈവത്തിന്റെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് പ്രീഡിസ്റ്റൈൻ ചെയ്തത്. അതിനുവേണ്ടിയാണ് നമ്മെ തെരഞ്ഞെടുത്തത്. ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മളെ തെരഞ്ഞെടുക്കാൻ, ക്രിസ്തുവിൽ തന്നെ നമ്മെ മുൻ നിയമിക്കാൻ കാരണം എന്താണ്? സോ ഈ ഒറ്റ ഒരു ഉദ്ദേശത്തിന് വേണ്ടി. If the Father God has predestined for this purpose, then this purpose is going to be fulfilled in our life. അതായത് പിതാവായ ദൈവം ഈ ഉദ്ദേശത്തിന് വേണ്ടി നമ്മെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഉദ്ദേശത്തിനായി നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഈ ഉദ്ദേശം നിറവേറാൻ പോകുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഇഫ് ഗോഡ് വാണ്ട്സ് ടു ഫുൾഫിൽ ദിസ് പേർപ്പസ് ഇൻ അവർ ലൈഫ്, ദൈവം എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഈ ലക്ഷ്യം ഇല്ലെങ്കിൽ ഈ അൾട്ടിമേറ്റ് ഗോൾ, ഈ ഒരു പർപ്പസ്, ഈ ഒരു ഉദ്ദേശം നിറവേറ്റണമെങ്കിൽ, അവ നിറവേറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സോ ഈ കാര്യം നിങ്ങൾ ഓർക്കണം. അതായത് യു ഷുഡ് നോട്ട് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഹിം ഓർ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഹിസ് വിൽ. നിങ്ങൾ ഒരിക്കലും ദൈവത്തിനെതിരെ പോരാടരുത്. ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരെ നിങ്ങൾ പോരാടാൻ പാടില്ല. അനേകർ തങ്ങളുടെ ഇഷ്ടം, തങ്ങളുടെ സ്വാർത്ഥം നിറവേറ്റാൻ വേണ്ടി ദൈവത്തോടും ദൈവത്തിന്റെ ഇഷ്ടത്തോടും പോരാടുന്ന വിശ്വാസ സമൂഹത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ പോരാടുമ്പോൾ ക്രിസ്തുവിന്റെ സാരൂപ്യം നമ്മളിൽ വരികയില്ല. സോ വി ഡോണ്ട് ഗെറ്റ് ദ ഇമേജ് ഓഫ് ക്രൈസ്റ്റ് ഓർ ദി ഫോം ഓഫ് ക്രൈസ്റ്റ്. So we should not fight against him or we should not fight against his will. രണ്ടാമതായിട്ട്, you should submit to his dealings. അതായത് ദൈവത്തിന്റെ ഇഷ്ടപ്പാടുകൾക്ക്, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് നിങ്ങൾ തന്നെ കീഴടങ്ങണം. സോ നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. അപ്പോഴാണ് ഈ ലൈക്നെസ് ഓഫ് ക്രൈസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഒരു റിയാലിറ്റി ആയി മാറും. നമ്മൾ ഒരിക്കലും ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക്, ദൈവത്തിന്റെ ഡീലിങ്സിനെ നമ്മൾ വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഒരു സാരൂപ്യം നമ്മുടെ ഉള്ളിൽ വരാൻ സാധിക്കുകയില്ല. മൂന്നാമതായിട്ട്, യു ഹാവ് ടു ഗിവ് താങ്ക്സ് ഫോർ എവറിത്തിങ് ദാറ്റ് ഹി അലൗസ് ഇൻ യുവർ ലൈഫ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാത്തിനും നിങ്ങൾ നന്ദി പറയണം. ചിലപ്പോ ദൈവം അനുവദിക്കുന്ന പ്രയാസങ്ങളായിരിക്കാം, ബുദ്ധിമുട്ടുകളായിരിക്കാം, കണ്ണുനീരിന്റെ അനുഭവങ്ങളായിരിക്കാം, രോഗങ്ങളായിരിക്കാം. ആ അനുഭവങ്ങളിൽ കൂടി ദൈവം നമ്മെ കടത്തുന്നുണ്ടെങ്കിൽ ദൈവത്തിന് തീർച്ചയായിട്ടും ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണ് എന്ന് നമുക്കറിയാമല്ലോ. സോ അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. സോ യു ഹാവ് ടു ഗിവ് താങ്ക്സ് ഫോർ എവറിത്തിങ്. സോ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദൈവമേ, ഈ ബുദ്ധിമുട്ട് അനുവദിച്ചതിനായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. താങ്ക് യു സോ മച്ച്. രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഈ രോഗം എന്നെ തൊടാൻ ദൈവമേ നീ അനുവദിച്ചത് കൊണ്ട് ഐ പ്രൈസ് യു, ഐ താങ്ക് യു. താങ്ക് യു ജീസസ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സകല കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയണം എന്നുള്ളത്. കാരണം അപ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ ഒരു ലൈക്നെസ് നമ്മുടെ ഉള്ളിൽ വരുന്നത്.
So then you see God's purpose will be definitely fulfilled in your life. ഇങ്ങനെ ചെയ്താൽ ദൈവത്തിന്റെ ഉദ്ദേശ്യം തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നിറവേറുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും. ഗ്രാജുവലി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. സോ അതുകൊണ്ട് ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. No human beings can frustrate God's purpose, God's plan in your life. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശ്യത്തെ, ദൈവത്തിന്റെ ലക്ഷ്യത്തെ, ദൈവത്തിന്റെ പേർപ്പസിനെ പരാജയപ്പെടുത്താൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയില്ല. ഒന്നാമത്തെ പോയിന്റ്, ഇത് ശ്രദ്ധിക്കണം. No human beings can frustrate God's purpose in your life. രണ്ടാമതായിട്ട്, no devil can frustrate God's plan in your life. സോ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതിയെ, ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ പരാജയപ്പെടുത്താൻ ഒരു പിശാചിനും കഴിയില്ല ഈ ലോകത്തിൽ. So no human beings can frustrate, or no devil can frustrate. But ശ്രദ്ധിക്കണം, you can frustrate God's plan in your life. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതിയെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. സി, മറ്റുള്ള ഒരു മനുഷ്യനും കഴിയില്ല, പിശാചിനും കഴിയില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ലക്ഷ്യത്തെ, ദൈവത്തിന്റെ പദ്ധതിയെ പരാജയപ്പെടുത്താൻ, ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. വേറെ ആർക്കും പറ്റത്തില്ല. സോ അതുകൊണ്ട് if you don't cooperate with God, if you don't respond to God properly, you can frustrate God's plan in your life. നിങ്ങൾ ദൈവവുമായി സഹകരിക്കുന്നില്ലെങ്കിൽ, ദൈവത്തോട് സഹകരിക്കാതെ ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതിയെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. സോ അതുകൊണ്ട് ദൈവത്തോട് കോഓപ്പറേറ്റ് ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്, ദൈവത്തോട് ഫൈറ്റ് ചെയ്യാതിരിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അത് നിറവേറ്റാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗോൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ കാണാനും അനുഭവിക്കാനും സാധിക്കും. സോ ഇതാണ് നമ്മൾ ലാസ്റ്റ് ടൈം പഠിച്ചത്. ഇപ്പോൾ 30-ാം വചനത്തിലേക്ക് നമ്മൾ പോയാൽ, അപ്പോസ്തലനായ പൗലോസ് 30-ാം വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. മുൻ നിയമിച്ചവരെ, ആൾറെഡി വി ടോക്ട് അബൌട്ട് പ്രീഡെസ്റ്റിനേഷൻ. എന്താണ് പ്രീഡെസ്റ്റിനേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇവിടെ മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്നാണ്. അതായത്, and those whom he predestined he also called, and those whom he called he also justified, and those whom he justified he also glorified എന്നാണ്. അതായത്, he has chosen you millions and millions years ago. So before the foundation of the world. അതായത്, ദൈവം നിങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പേ, അതായത് ദശലക്ഷ വർഷങ്ങൾക്ക് മുമ്പേ അവൻ ക്രിസ്തുവിൽ നിങ്ങളെ തിരഞ്ഞെടുത്തു. അത് ലാസ്റ്റ് ടൈം നമ്മൾ കണ്ടതാണ്. എന്നാൽ ആരെയാണ് തിരഞ്ഞെടുത്തത്? അവരെ he has predestined you or fixed your destiny. സോ ആരെയെല്ലാം ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തോ അവരുടെ ഡെസ്റ്റിനേഷൻ ദൈവം മുമ്പേ അറിഞ്ഞ് മുൻകൂട്ടി ആ ഡെസ്റ്റിനേഷൻ അവരുടെ ജീവിതത്തിൽ നിശ്ചയിച്ചു.
അതിനുശേഷം ഒന്നാമതായിട്ട് ദൈവം തിരഞ്ഞെടുത്ത്, രണ്ടാമതായിട്ട് അവരെ പ്രീഡിസ്റ്റൈൻ ചെയ്ത്, പിന്നെയാണ് ഇവിടെ പറയുന്നത് those whom he predestined he also called. അവൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ വിളിച്ചു എന്നാണ്. സോ വിളി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. God has called എന്നാണ്. സോ ആരെയാണ് വിളിച്ചത്? എങ്ങനെയാണ് ദൈവം വിളിച്ചത്? സോ നമ്മൾ ദൈവത്തിന്റെ വിളി കേട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ? So because God called you, you responded to his call positively by hearing the gospel message. അതായത് നമ്മൾ സുവിശേഷം കേട്ട് അവന്റെ വിളി എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പോസിറ്റീവായിട്ട് പ്രതികരിച്ചു, റെസ്പോണ്ട് ചെയ്തു. എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് എന്ന് ചോദിച്ചാൽ, you believed the Father God and accepted Jesus Christ as your Lord and Savior. So പിതാവായ ദൈവത്തിൽ സുവിശേഷം കേട്ടതുകൊണ്ട് നമ്മൾ വിശ്വസിച്ചത് മാത്രമല്ല, യേശു ക്രിസ്തുവിനെ നമ്മൾ കർത്താവായിട്ട്, സ്വന്തം രക്ഷിതാവായിട്ട് നമ്മൾ സ്വീകരിച്ചു. എപ്പോഴാണ് നമ്മൾ സ്വീകരിച്ചത്? സോ സുവിശേഷം നമ്മളോട് അറിയിക്കുന്നു, യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് രക്ഷ, യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് പാപങ്ങൾക്ക് മോചനം, യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് നിത്യജീവൻ. ആവശ്യമുണ്ടോ? ഞാൻ നിങ്ങളെ വിളിക്കുന്നു എന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ. So we responded positively. So we accepted the Lord Jesus Christ as our Lord and Savior. So ഇവിടെ പറയുന്നത്, ദൈവം ആരെയെല്ലാം പ്രീഡെസ്റ്റൈൻ ചെയ്തോ അവരെ വിളിച്ചു. പിന്നെ എന്താണ് അവിടെ പറഞ്ഞു? ആരെയെല്ലാം ദൈവം വിളിച്ചോ അവരെ നീതീകരിച്ചു എന്നാണ്. So when you respond properly to God's call, then he will justify you. ഇപ്പൊ ദൈവത്തിന്റെ വിളിക്ക് നമ്മൾ ശരിയായ രീതിയിൽ പ്രതികരിക്കുമ്പോൾ, ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയും കർത്താവായിട്ട് അവനെ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെ നീതീകരിക്കും. ഇപ്പൊ നീതീകരിക്കുമല്ല, നീതീകരിച്ചു എന്നാണ്. So you are declared righteous in the sight of God. ഇപ്പോൾ എന്താണ്? ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ നീതിമാന്മാരായി പ്രഖ്യാപിക്കപ്പെട്ടു എന്ന്. ആൾറെഡി നമ്മൾ ഈ 5-ാം അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റൈച്ചസ്നെസ് എന്താണ്, സോ മീനിങ് ഓഫ് ഡിക്ലെയറിംഗ് റൈച്ചസ് എന്നുള്ള ഒരു സത്യം നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. അത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിച്ചാൽ ഞാൻ അത് പറഞ്ഞു തരാം. എങ്ങനെയാണ് ഹൗ വി ആർ ഡിക്ലെയർഡ് റൈച്ചസ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. അതായത് പാപമോചനത്തിനും നീതീകരണത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ഞാൻ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചാൽ അതിന്റെ കാര്യം ഞാൻ വീണ്ടും നിങ്ങളോട് പറഞ്ഞു തരാം. സോ ഇവിടെ പറയുന്നത്, ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്, ഏതെല്ലാം കാര്യങ്ങൾ പ്രീഡെസ്റ്റൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ക്രിസ്തുവിൽ ലോകസ്ഥാപനത്തിന് മുൻപേ, ദൈവദൂതന്മാരെ സൃഷ്ടിക്കുന്നതിന് മുൻപേ, ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപേ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തത് മാത്രമല്ല, അവന് നമ്മെ മുൻനിയമിച്ചു, പ്രീഡെസ്റ്റൈൻഡ് us.
അവൻ നമ്മെ പ്രീഡെസ്റ്റൈൻ ചെയ്തത് മാത്രമല്ല, ഈ ഓൾസോ കോൾഡ് us, നമ്മെ വിളിച്ചിരിക്കുന്നു. നമ്മെ വിളിച്ചത് മാത്രമല്ല, വിളിച്ചവരെ അവൻ നീതീകരിച്ചിരിക്കുന്നു. നീതീകരിച്ചത് മാത്രമല്ല, ആരെല്ലാം നീതീകരിച്ചിട്ടുണ്ടോ അവരെ അവൻ തേജസ്കരിച്ചിരിക്കുന്നു എന്നാണ്. whom he justified he also glorified എന്നാണ്. എന്തോ ഒരു ഭാഗ്യമാണ്. സോ ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് കിട്ടുന്ന ആ ഭാഗ്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. So you are declared righteous in the sight of God. സോ നമ്മൾ ദൈവസന്നിധിയിൽ നീതിമാന്മാരായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. സോ അത് മാത്രമല്ല, ആരെയെല്ലാം ദൈവം നീതിമാന്മാരായി പ്രഖ്യാപിച്ചോ അവരെല്ലാം തേജസ്കരിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദിസ് വേഴ്സ് doesn't say that one day God will glorify you. അതായത് ഈ വചനം നിങ്ങളെ ദൈവം ഒരു ദിവസം തേജസ്കരിക്കുമെന്നോ മഹത്വപ്പെടുത്തുമെന്നോ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ പറയുന്നത്, ഇറ്റ് സേസ് ഹി ഹാസ് ഓൾറെഡി ഗ്ലോറിഫൈഡ് യു. ദൈവം നിങ്ങളെ ആൾറെഡി തേജസ്കരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. See? ദൈവസന്നിധിയിൽ ഒരു വിശ്വാസിയുടെ ഒരു സ്റ്റേറ്റസ്, ഒരു സ്ഥാനം, ഒരു പ്ലേസ് എന്താണെന്നുള്ളത് നമുക്ക് ഇതിൽ കൂടി മനസ്സിലാക്കണം. സോ ദൈവം നമ്മെ നീതിമാന്മാരായി ഡിക്ലെയർ ചെയ്തത് മാത്രമല്ല, ആരെല്ലാം നീതിമാന്മാരായി ഡിക്ലെയർ ചെയ്തു അവരെ മഹത്വപ്പെടുത്തി ഗ്ലോറിഫൈഡ് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദാറ്റ് മീൻ? യു ആർ ഓൾറെഡി ഗ്ലോറിഫൈഡ്. നിങ്ങൾ ആൾറെഡി മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു, തേജസ്കരിച്ചിരിക്കുന്നു എന്നതിന്റെ അർത്ഥം എന്താണ്? സോ എങ്ങനെയാണ് അത് നമ്മൾ മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ, നമ്മൾ ആൾറെഡി പഠിച്ച ഒരു വചനമുണ്ട്, അതായത് റോമർ 4:17. റോമർ 4:17 നമ്മൾ വായിക്കുമ്പോൾ അവിടെ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. സോ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാമിന്റെ വിശ്വാസം എങ്ങനെയായിരുന്നു? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ചെന്നാണ് പറയുന്നത്. മരിച്ചവരെ ജീവിപ്പിക്കുകയോ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ചു. In the sight of him in whom he believed, that is, God who gives life to the dead and calls into being that which does not exist. അപ്പൊ മരിച്ചവരെ ജീവിപ്പിക്കുകയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മരിച്ചവരെ ജീവിപ്പിച്ച ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എന്നാൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇല്ലാത്തതിനെ ഉള്ളത് പോലെ വിളിക്കുകയും ചെയ്യുന്നവനായ ദൈവം. അപ്പൊ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു തേജസ്കരണത്തെ കുറിച്ചാണ്. വി ആർ ഓൾറെഡി ഗ്ലോറിഫൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. സോ അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇവിടെ പറയുന്നത്, ഗോഡ് കോൾസ് ഇൻ ടു ബീയിങ് ദാറ്റ് വിച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായ ദൈവം. So things do not exist, but God speaks as though they already exist and he calls them into being. അപ്പൊ ദൈവം ഇല്ലാതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവം, അതിനെ കാണിച്ചു തരുന്ന ദൈവം. അതോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. So God can see a massive tree in the seed or in a corn. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു മരത്തിന്റെ
ഒരു സീഡ് എടുത്താൽ ആ സീഡ് നിങ്ങൾ എടുത്ത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? എന്നാൽ ദൈവം ആ സീഡ് കാണുമ്പോൾ അതിൽ ഒരു മാസീവ് ആയിട്ടുള്ള വലിയ ഒരു മരത്തെയാണ്, ആ മരത്തിന്റെ സൈസും ആ മരം കായ്ക്കുന്ന ഫലങ്ങളും ആ ഫലത്തിൽ കൂടി ഉണ്ടാകുന്ന ആയിരക്കണക്കിന് മരങ്ങളെ ആ ഒറ്റ സീഡിൽ ദൈവത്തിന് കാണാൻ പറ്റും. സോ ഇൻ ദ സീഡ് ഓഫ് എ മാംഗോ, സോ നമ്മൾ ഈ മാംഗോ സീഡ് ഉണ്ടല്ലോ, സോ അത് നമ്മൾ എടുക്കുമ്പോൾ എന്താണ് കാണുന്നത്? സോ അതിൽ ഫുൾ ഗ്രോൺ ട്രീ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. നമ്മൾ കാണുന്നത് എന്തോ അത് ഒരു വേസ്റ്റ് എന്നാണ്. എന്നാൽ ദൈവം അത് കാണുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിൽ ഫുൾ ഗ്രോൺ മാംഗോ ട്രീ ഉണ്ട്, ആ സീഡ്. സോ അങ്ങനെയാണ് ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒറ്റ ഒരു സീഡ് കൊണ്ട് ഇനി 10 വർഷത്തിൽ അതിൽ കൂടി ലക്ഷക്കണക്കിന് ഈ മാവിന്റെ ഇതാണ് വരാൻ പോകുന്നത്, മരങ്ങളാണ് വരാൻ പോകുന്നത്. സോ അതിൽ കൂടി എത്ര ടൺ മാങ്ങ ആണ് കിട്ടാൻ പോകുന്നത്? സി, ആ ഒരു സീഡ് അതിൽ എന്തെല്ലാം ഉണ്ട്. സോ അതുപോലെ തന്നെയാണ് യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിനെ കർത്താവായിട്ട് രക്ഷിതാവായിട്ട് സ്വീകരിച്ച ഒരു പൈതലിനെ കാണുമ്പോൾ ഓൾറെഡി ദൈവം കണ്ടു കഴിഞ്ഞു. അവന്റെ ഗ്ലോറിഫിക്കേഷൻ, അവന്റെ ഇറ്റേണിറ്റി, അവന്റെ ധന്യമായിട്ടുള്ള ജീവിതം ആൾറെഡി ദൈവം കണ്ടു, ആൾറെഡി അതെല്ലാം ചെയ്തു കഴിഞ്ഞു. The same way God sees you as you are already glorified. സോ അതാണ് ഇവിടെ നമ്മുടെ ഫ്യൂച്ചർ ദൈവത്തിന്റെ പാസ്റ്റ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. സോ നമുക്ക് ഇത് ഫ്യൂച്ചറിലാണ്. ആക്ച്വലി എന്താണ് നമ്മൾ ഈ ഒരു തേജസ്കരണം അനുഭവിക്കാൻ പോകുന്നത്? ഈ തേജസ്കരണം നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്, കാണാൻ പോകുന്നത് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിലാണ്. സോ ആക്ച്വലി we are going to be glorified when Christ comes back in glory. എന്നാൽ പിതാവായ ദൈവം എന്താണ് ചെയ്തത്? Before the foundation of the world, so millions and millions of years ago, so യേശു ക്രിസ്തുവിൽ നമ്മെ തേജസ്കരിച്ചിട്ടുണ്ട് എന്നാണ് വചനം. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ദൈവത്തിന് പാസ്റ്റ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. സോ അതുകൊണ്ടാണ് വചനം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്, യേശു ക്രിസ്തു മരിച്ചപ്പോൾ നമ്മളും ക്രിസ്തുവിന്റെ കൂടെ മരിച്ചു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മളും യേശു ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതാണ്. അത് ഒരു ഇമാജിനേഷൻ അല്ല, അത് ഒരു തിയറി അല്ല, അത് വളരെ പ്രാക്ടിക്കൽ റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും സാധിക്കുകയുള്ളൂ. സോ അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. സോ ഡെഫിനറ്റ്ലി this is going to be fulfilled in my life when Jesus Christ comes in glory. അപ്പൊ യേശു ക്രിസ്തു വീണ്ടും മഹത്വത്തോടെ വെളിപ്പെടുമ്പോൾ ഞാനും അവന്റെ മഹത്വം ധരിക്കും. But according to this verse, God is already seen your glorified condition. എന്നാൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആൾറെഡി തേജസ്കരിച്ച ഒരു കണ്ടീഷൻ ദൈവം ആൾറെഡി കണ്ടു കഴിഞ്ഞു. സോ കാരണം ദൈവത്തിന് അറിയാം, ഒരു ദിവസം ഞാൻ സുവിശേഷം കേട്ട്
അതിനെ അനുസരിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതമായിട്ട് സ്വീകരിച്ച് നിത്യജീവനെ അനുഭവിക്കും എന്നുള്ളവർ ഇത് ദൈവത്തിന് അറിഞ്ഞതുകൊണ്ട് ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് വേണ്ട എന്നുള്ള തീരുമാനം മനസ്സിൽ വന്നാൽ നിങ്ങൾ തന്നെ ഈ ദൈവത്തിന്റെ പദ്ധതിയെ നശിപ്പിക്കാനുള്ള, ഇല്ലാതാക്കാനുള്ള എല്ലാ സാമർഥ്യവും കഴിവും എൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലും ഉണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ആൾറെഡി പറഞ്ഞതാണ്. സോ ആക്ച്വലി ഈ സത്യം, അതായത് ദിസ് ട്രൂത്ത് ഷുഡ് എൻകറേജ് us, എസ്പെഷ്യലി പീപ്പിൾ ഹു ആർ ഗോയിങ് ത്രൂ ഡിഫിക്കൽട്ടീസ് ആൻഡ് ട്രയൽസ്. ഈ സത്യം തീർച്ചയായിട്ടും നമ്മെ എൻകറേജ് ചെയ്യണം. എസ്പെഷ്യലി ആരെല്ലാം വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും കണ്ണുനീരിലും ആരെല്ലാം കടന്നു പോകുന്നുണ്ടോ അവർക്ക് ഇത് ഒരു എൻകറേജിങ് വേഴ്സ് ആണ്, എൻകറേജിങ് ആയിട്ടുള്ള ഒരു സത്യമാണ്. കാരണം സാധാരണമായിട്ട് പീപ്പിൾ ഹു ആർ ഫേസിങ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് ആസ്ക് വൺ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദാറ്റ് ക്വസ്റ്റ്യൻ? When this is going to end? When the difficulties and problems are going to end? എന്നുള്ള ഒരു ചോദ്യമാണ്. ഈ പ്രയാസം, ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ പ്രയാസം എന്ന് തീരും, ഈ ബുദ്ധിമുട്ട് എന്ന് അവസാനിക്കും, ഈ കണ്ണുനീർ എന്ന് തീരും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കുള്ള ഒരു മെസ്സേജാണ്. എന്താണ് ഇതിനകത്തുള്ള മെസ്സേജ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീരിന്റെ, ആ പ്രയാസത്തിന്റെ അവസാനം ആൾറെഡി ദൈവം കണ്ടു കഴിഞ്ഞു. God has seen the end of your problem. God has seen the end of your difficulties and trials. അതിനൊരു അവസാനം ഉണ്ടെന്ന് ദൈവത്തിന് അറിയാം. തീർച്ചയായിട്ടും അവസാനമുണ്ട്. എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. എന്റെ കണ്ണുനീരിന് ഒരു അവസാനമുണ്ട്, അപമാനത്തിന് ഒരു അവസാനമുണ്ട്, പ്രയാസങ്ങൾക്ക് ഒരു അവസാനമുണ്ട്, രോഗത്തിന് ഒരു അവസാനമുണ്ട്. സോ അതുപോലെ തന്നെയാണ് എന്റെ പ്രശ്നങ്ങളുടെ അവസാനം, എന്റെ പ്രയാസങ്ങളുടെ അവസാനം, എന്റെ ട്രയൽസിന്റെ അവസാനം, അപമാനത്തിന്റെ അവസാനം എങ്ങനെ ദൈവം കണ്ടിട്ടുണ്ടോ, in the same way God has seen us as glorified. നമ്മൾ തേജസ്കരിക്കപ്പെട്ടതായി ദൈവം ആൾറെഡി കണ്ടു. So that brings a rest in our hearts, even though we may be struggling with some sins today. So നമ്മൾ ചില പാപങ്ങളിൽ അകപ്പെട്ട് ചില പ്രയാസങ്ങളിൽ കൂടി കടന്നു പോയാലും ഈ സത്യം നമ്മുടെ ഹൃദയത്തിൽ ഒരു ആശ്വാസവും സമാധാനവും നൽകുന്ന ഒരു വചനമാണ്. So sometimes we may be battling against Satan. നമുക്ക് ഈ പിശാചിനോട് പോരാട്ടം ഉണ്ടായിരിക്കും. സ്റ്റിൽ ഈ ഒരു വചനം നമുക്ക് ഒരു പ്രത്യാശ നൽകുന്ന വചനം, നമ്മുടെ ഉള്ളിൽ ഒരു റെസ്റ്റ് നൽകുന്ന ഒരു വചനമാണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, we believe in God and He has glorified us. നമുക്ക് 31-ാം വചനത്തിലേക്ക് വരുമ്പോൾ, 31-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ നമുക്ക് പ്രതികൂലം ആർ എന്നാണ് ചോദ്യം. What then shall we say to all these things? If God is for us, who can be against us? Who can be successful against us? So ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? What then shall we say to all these things? All these things that Paul had explained from chapter 1. അപ്പോസ്തലനായ പൗലോസ് 1-ാം അധ്യായം മുതൽ എന്താണ് പഠിപ്പിച്ചത്?
സുവിശേഷത്തിൽ കൂടി നമ്മൾ എന്താണ് നേടിക്കൊണ്ടിരിക്കുന്നത്? സുവിശേഷത്തിന്റെ ഉദ്ദേശം എന്താണ്? ക്രിസ്തുവിൽ കൂടി പിതാവായ ദൈവം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ എന്ത് പറയണം? ഇത്ര വലിയ അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. സോ ഇത് ഓർത്തിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഒരു കാര്യം നിശ്ചയം. എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം ആണ്. If God is for us, who can be against us? Who can be against you if God is on your side? ദൈവം നമ്മുടെ പക്ഷമുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ പക്കൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? So who can be against you? ആരാണ് നമുക്ക് പ്രതികൂലമായിട്ട് ദോഷമുണ്ടാക്കുന്നത്? But God should be on our side. അല്ലാതെ ചുമ്മാ പറഞ്ഞിട്ട് ഒരു കഥയില്ല. So if you love God, this promise will be fulfilled in your life. നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും God will be on our side. So നമ്മുടെ പക്കൽ ദൈവമുണ്ട്, നമുക്ക് വേണ്ടി ദൈവം നിൽക്കും. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. So you may be a sinner, or you might have sinned in so many ways in the past. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചില പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പാപികളാണ്. എന്നാൽ ഇപ്പോഴോ, now you have repented. നമ്മൾ ആ പാപങ്ങൾക്ക് വേണ്ടി മനസ്സാന്തരപ്പെട്ടിട്ടുണ്ട്, അനുതപിച്ചിട്ടുണ്ട്. And you are sorry for all the mistakes you have done. നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം നമ്മൾ ഓർത്ത് അനുതപിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ അത് തെറ്റാണെന്നുള്ളത്. നമ്മൾ അത് ദൈവത്തോട് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് God has forgiven you now, and now you want to do the will of God, and you walk in the way of the Lord. So നമ്മൾ അനുദപിച്ചത് കൊണ്ട്, നമ്മൾ പാപികളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട്, ഏറ്റു പറഞ്ഞത് കൊണ്ട് ക്രിസ്തയേശുവിൽ പിതാവായ ദൈവം ആ എല്ലാ പാപങ്ങളെയും ക്ഷമിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ആഗ്രഹം ദൈവത്തിന്റെ ഉദ്ദേശം ചെയ്യണം എന്നുള്ളതാണ്, ദൈവത്തിന്റെ വഴിയിൽ നടക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും God is on your side. സോ അങ്ങനെ ഒരു തീരുമാനം ആരെല്ലാം ഈ ലോകത്തിൽ എടുത്തിട്ടുണ്ടോ തീർച്ചയായിട്ടും 101% God will be on their side. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരു ഡിസിഷൻ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ then God will not be on our side. സോ അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമുക്ക് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ, ദൈവം നമുക്ക് അനുകൂലമായിരിക്കണമെങ്കിൽ then you have to renounce your sinful ways. സോ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരണം, ക്രിസ്തുവിനെ സ്നേഹിക്കണം, ക്രിസ്തുവിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി, അവന്റെ വഴിയിൽ നടക്കാൻ വേണ്ടി ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ then God will be on your side. Because God is on your side, He is going to make all things to work together for your good. അപ്പൊ ദൈവം നിങ്ങളുടെ പക്ഷം ഉള്ളത് കൊണ്ട്, നിങ്ങളുടെ പക്കൽ ഉള്ളത് കൊണ്ട് സകല കാര്യങ്ങളും നിങ്ങളുടെ നന്മയ്ക്കായി വ്യാപരിക്കുന്ന രീതിയിൽ ദൈവം പ്രവർത്തിക്കും. സോ അതുകൊണ്ട് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. സകല കാര്യങ്ങളും, മനുഷ്യരാകട്ടെ സാത്താനാകട്ടെ, നമ്മുടെ തിന്മയ്ക്കായി പ്രവർത്തിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ,
ആ കാര്യങ്ങൾ പോലും ദൈവം അത് നമ്മുടെ നന്മയ്ക്കായിട്ട് വ്യാപരിക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കും. ഇത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വാട്ടർ ഫിൽറ്റർ, നിങ്ങളെല്ലാവരുടെ വീട്ടിലും ഒരു വാട്ടർ ഫിൽറ്റർ ഉണ്ട്. ഈ വാട്ടർ ഫിൽറ്റർ എന്താണ് ചെയ്യുന്നത്? ഹൗ വാട്ടർ ഫിൽറ്റർ വർക്ക്സ് നിങ്ങൾ എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ഈ വാട്ടർ ഫിൽറ്റർ വർക്ക് ചെയ്യുന്നത്? അതായത് ഇത് ഒരു അഴുക്കായിട്ടുള്ള വെള്ളത്തെ നമ്മൾ അതിന് കൊടുക്കുമ്പോൾ അത് നമുക്ക് എന്താണ് ചെയ്യുന്നത്? അത് നമുക്ക് പ്യുവർ ആയിട്ടുള്ള നല്ല വെള്ളത്തെയാണ് അത് നമുക്ക് തരുന്നത്. അത് ഫിൽറ്റർ ചെയ്തിട്ട് നല്ല വെള്ളം അത് നമുക്ക് തരുന്നത്. സോ അതുപോലെ തന്നെയാണ് ഈ ലോകത്തിലുള്ള മനുഷ്യർ, പിശാച് നമ്മുടെ തിന്മയ്ക്കായിട്ട് സകല തിന്മയുള്ള കാര്യങ്ങള് നമുക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? All the things evil people do to you will be filtered. എങ്ങനെയാണ് ഫിൽറ്റർ ചെയ്യുന്നത്? ഫിൽറ്റേർഡ് ബൈ റോമൻസ് 8:28. സോ ആരെല്ലാം തിന്മയ്ക്കായിട്ട് ചെയ്യട്ടെ, എന്നെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യട്ടെ, എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യട്ടെ, എന്നെ അപമാനിക്കാൻ വേണ്ടി ചെയ്യട്ടെ, എന്നെ നാണം കെടുത്താൻ വേണ്ടി ചെയ്യട്ടെ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അതാണ് ഫിൽറ്റർ. ആ തിന്മകളെ ദൈവം ഫിൽറ്റർ ചെയ്ത് എനിക്ക് നന്മയായിട്ട് മാറ്റും. അതാണ് ഇവിടെ പറയുന്നത്. If God is working for your good, who can be against it? ദൈവം എന്റെ ജീവിതത്തിൽ സകല കാര്യങ്ങളും നന്മയ്ക്ക് വേണ്ടി വ്യാപരിക്കാൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രവർത്തിക്കുന്ന ദൈവത്തിന് വിരുദ്ധമായിട്ട് ആർക്ക് നിൽക്കാൻ പറ്റും? ഇഫ് ഗോഡ് ഈസ് ഓൺ യുവർ സൈഡ്, ഹു ക്യാൻ ബി അഗെയിൻസ്റ്റ് യു? അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നമ്മൾ ഈ 32-ാം വചനത്തിലേക്ക് വരുമ്പോൾ 32-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്നാണ് പറയുന്നത്. He who did not spare his own son but gave him up for us all, how will he not also along with him graciously give us all things എന്നുള്ളവർ ചോദ്യമാണ് ചോദിക്കുന്നത്. ഇപ്പൊ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവനാണ് ഈ പിതാവായ ദൈവം. The Father God who did not spare his own son, he will freely give you all other things. ഇപ്പൊ സ്വന്തം പുത്രനെ സ്പെയർ ചെയ്യാതെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്ന ഈ പിതാവ് സകലവും ഫ്രീ ആയിട്ടാണ്, ഉചിതമായിട്ടാണ് നമുക്ക് തന്നോണ്ടിരിക്കുന്നത്, ഇനി തരാൻ പോകുന്നത്. അതിന് ഒരു ഉദാഹരണമായിട്ട്, so did you pay for Jesus Christ to come from heaven to save you? അതായത് യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഈ ലോകത്തിൽ വന്നിട്ട് എന്നെ രക്ഷിക്കണമെന്ന്, നിങ്ങളെ രക്ഷിക്കണമെന്ന് ഞാനാകട്ടെ നിങ്ങളാകട്ടെ എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടോ? പണം കൊടുത്തിട്ടുണ്ടോ? എത്ര കോടി പണം കൊടുത്തിട്ടാണ് യേശു ക്രിസ്തുവിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുത്തിയത്? സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് യേശു ക്രിസ്തുവിനെ വരുത്താൻ എത്ര കോടി രൂപ കൊടുക്കണം? എത്ര മില്യൺസ് ആൻഡ് ബില്യൺ റുപ്പീസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്? ആരെങ്കിലും അങ്ങനെ കൊടുത്തിട്ടാണോ വരുത്തിയത്? ഇല്ലല്ലോ.
So it is the Father God who has sent Jesus Christ from heaven to die on the cross for your sake. പിതാവായ ദൈവമാണ് യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് അയച്ചത്. അതായത് ക്രൂശിൽ കൂടി എനിക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി. സ്വന്തം പുത്രനെ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് സ്വന്തം പുത്രനെക്കാട്ടിലും വിലയേറിയതാണ്, അല്ലല്ലോ? Then God will give you everything freely. സ്വന്തം പുത്രനെ തന്നെ ദൈവം സകലവും നിങ്ങൾക്ക് തരും. If he has given his own son, don't you think that he will also give everything freely? തീർച്ചയായിട്ടും ദൈവം തരും. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. നമ്മൾ 33 വചനത്തിലേക്ക് വരും. 33 വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. ദൈവം നമ്മുടെ പക്കൽ ഉണ്ടെങ്കിൽ ആരാണ് നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചവൻ അവനോട് കൂടെ നമുക്ക് സകലവും നൽകാതിരിക്കുമോ? പിന്നെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ മനുഷ്യനല്ല, ദൈവം. Who will bring any charge against God's elect, the chosen one? It is God who justifies us. Justifies us means declaring us blameless and putting us in his right relationship with himself. അതാണ്. So who can bring any charge against God's elect? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ചോദ്യം. ആർക്കെങ്കിലും കുറ്റം ചുമത്താൻ പറ്റുമോ? ബൈബിളിൽ കുറ്റം ചുമത്തുന്ന ഒരാളുണ്ട്. Satan is always trying to accuse you before God. അതായത് ഈ വെളിപ്പാട് പുസ്തകം നിങ്ങൾ വായിച്ചാൽ, വെളിപ്പാട് പുസ്തകം, വെളിപ്പാട് 12:10 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ടു കളഞ്ഞുവല്ലോ എന്നാണ്. See, for the accuser of our brothers and sisters has been thrown down. He who accuses them and keeps bringing charges against them before God day and night എന്നാണ്. ഇത് രാവും പകലും ദൈവസന്നിധിയിൽ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും കുറ്റം ചുമത്തുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എന്തിനെയാണ് ഇവൻ കുറ്റം ചുമത്തുന്നത്? നമ്മെ പാപം ചെയ്യാൻ വേണ്ടി നമ്മെ പരീക്ഷിക്കുന്നത് ഇവനാണ്. നമ്മൾ പാപം ചെയ്തതിനു ശേഷം ദൈവസന്നിധിയിൽ പോയി, ഇന്ന ആള് പാപം ചെയ്തു കണ്ടില്ലേ, നിന്റെ പേരിൽ ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കും എന്ന് തീരുമാനിച്ചവൻ കണ്ട, ഇപ്പം പാപം ചെയ്തു എന്ന് ദൈവത്തിന്റെ മുൻപിൽ എപ്പോഴും കുറ്റം ചുമത്തുന്നവനാണ് ഫോർ അവർ സിൻഫുൾ ബിഹേവിയർ. അത് ഇവിടെ പറയുന്നത് എന്താണ്? രാവും പകലും, ഡേ ആൻഡ് നൈറ്റ്, എപ്പോഴും അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സാത്താൻ. എന്താണ് അവൻ അക്യൂസ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്യൂസ് ചെയ്യും. ദൈവത്തിന്റെ മുൻപിൽ പോയി, സുന്ദറിനെ കണ്ടില്ലേ, അവൻ സുന്ദർ കുറ്റക്കാരനാണ്, അവൻ തെറ്റുകാരനാണ്, അവനെ ശിക്ഷിക്കണം, അവനെ വിധിക്കണം, അവനെ നശിപ്പിക്കണം. അക്യൂസിങ്.
ബട്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? But God is on your side. He is declaring you righteous all the time. എപ്പോഴെല്ലാം സാത്താന് ദൈവസന്നിധിയിൽ പോയി എന്നെ കുറിച്ച് കുറ്റം വിധിക്കുമ്പോൾ ദൈവം 24/7 എപ്പോഴും പറയുന്നത്, I have declared him righteous. I have declared him righteous. എന്തുകൊണ്ടാണ്? ക്രിസ്തു ക്രൂശിൽ ചെയ്ത കാര്യങ്ങൾ കൊണ്ട്. സോ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ട്, യേശു ക്രിസ്തുവിന്റെ വഴിയിൽ നടക്കണമെന്ന് തീരുമാനിച്ചത് കൊണ്ട്, പാപങ്ങൾ ഏറ്റുപറഞ്ഞത് കൊണ്ട്, ദൈവം, God is on your side and he is declaring you righteous all the time. Because you walk in the light before this God. You are transparent now because you have acknowledged your sin, confessed your sins to God. Now God has declared you righteous. അതാണ് ദൈവം എന്നെ നീതീകരിച്ചു, നീതിമാൻ എന്ന് ഡിക്ലെയർ ചെയ്തു. എന്നെ കുറ്റം ചുമത്തുന്നവൻ ആർ? Is there anyone who can bring charges against you when God declares you as righteous? Nobody. അതാണ് ഈ 33 പറഞ്ഞത്, ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം എന്നാണ് പറയുന്നത്. സോ നമ്മള് 34 വചനം വായിച്ച, ശിക്ഷ വിധിക്കുന്നവൻ ആർ? യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. So who is the one who condemns us? Christ Jesus is the one who died, and more than that, who was raised and who is at the right hand of God interceding for us. ഇപ്പോഴും ശിക്ഷ വിധിക്കുന്നവൻ ആരാണ്? Who can condemn us? Who can condemn us? Satan would like to condemn us, but now can Satan condemn anyone? Any believer, any child of God? സാത്താൻ ഇപ്പൊ ആരെങ്കിലും കുറ്റപ്പെടുത്തി ശിക്ഷ വിധിക്കാൻ പറ്റുമോ? കണ്ടം ചെയ്യാൻ പറ്റുമോ? No, Satan cannot condemn you or me or any child of God, because Jesus Christ died for you and for me, and he was raised up. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട്, നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് കൊണ്ട്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഇപ്പൊ മനുഷ്യർക്ക് മാത്രമല്ല, പിശാചിനെ പോലും ആർക്കും ഈ ലോകത്തിൽ ശിക്ഷ വിധിക്കാനോ കുറ്റപ്പെടുത്താനോ പറ്റത്തില്ല. കാരണം ജീസസ് ക്രൈസ്റ്റ്, he stands at the right hand of God the Almighty, interceding for you, praying for you day and night. രാവും പകലും യേശു ക്രിസ്തു പിതാവായ ദൈവസന്നിധിയിൽ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ഇന്റർസീഡ് ചെയ്യുന്നുണ്ട്, മധ്യസ്ഥ വഹിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഡേ ആൻഡ് നൈറ്റ് സാത്താൻ ദൈവസന്നിധിയിൽ പോയിട്ട് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും കുറ്റപ്പെടുത്തുമ്പോൾ യേശു ക്രിസ്തു ഡേ ആൻഡ് നൈറ്റ് പിതാവായ ദൈവസന്നിധിയുടെ വലത്തു ഭാഗത്ത് നിന്നുകൊണ്ട് ഇന്റർസീഡ് ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെയുണ്ട് ഇത്? Jesus Christ is praying for you day and night. Holy Spirit is interceding for you day and night. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. So who can condemn us? So Jesus Christ is on the right side of the Father.
Tell me, which accuser can stand on the other side and condemn you and me? യേശുക്രിസ്തു വലത്ത് ഭാഗത്തുണ്ടെങ്കിൽ ഇടത്ത് ഭാഗത്ത് ആരെങ്കിലും നിന്നുകൊണ്ട് എനിക്ക് ശിക്ഷ വിധിക്കാൻ പറ്റുമോ? കണ്ടം ചെയ്യാൻ പറ്റുമോ? കുറ്റപ്പെടുത്താൻ പറ്റുമോ? Who can make you feel condemned there? അതാണ് ഇവിടെ പറയുന്നത്. If you are a child of God, then you don't have to feel any condemnation. അപ്പൊ ആ കുറ്റപ്പെടുത്തൽ, ആ ശിക്ഷാവിധിയുടെ ആ ഒരു കോൺഷ്യൻസ് നമുക്ക് ഇനി നമ്മുടെ മനസ്സിൽ വരേണ്ട യാതൊരു ആവശ്യവും ഇല്ലെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. സോ ഞാന് ഇവിടെ വെച്ച് എന്റെ കാര്യം നിർത്താൻ പോകുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും